ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാറാണ്. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. പക്ഷേ ഇതിന്റെ വിവാദമുയരുന്നത് താങ്കൾ ആസിഫ് അലിയിൽ നിന്നും ആദ്യം ഉപഹാരം വാങ്ങുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപഹാരം വാങ്ങിക്കുന്ന സമയത്ത് ആസിഫ് അലിയെ നോക്കുന്നില്ല, തിരിഞ്ഞു നിന്നിട്ടാണ് ആസിഫ് അലിയിൽ നിന്ന് ഈ ഉപഹാരം വാങ്ങിക്കുന്നത്. അതിനൊപ്പം തന്നെ ആസിഫ് അലിയുടെ കൈതട്ടി മാറ്റി അതിനുശേഷം അവിടുന്ന് ജയരാജിനെ വിളിച്ച് ജയരാജിൽ നിന്ന് സ്വീകരിക്കുന്ന രീതിയിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത് ആസിഫ് അലിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? അദ്ദേഹത്തിന് അതെനിക്ക് അറിയില്ല. അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫ് അലിയുടെ കൈ തട്ട് മാറ്റിയോ അല്ലെങ്കിൽ ആസിഫ് അലി എന്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ അങ്ങനെ ആസിഫ് അലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഒരാളെയും ഞാൻ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതെനിക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ അതിനകത്ത്. ഇനി ആസിഫ് അലിയാണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അനൗൺസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം, ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു. ആ സൗണ്ടിങ്ങിന്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി ഞാൻ സ്റ്റേജിലല്ല കയറിയത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ആസിഫ് അലി ഓടി വരുന്നു, തരുന്നു. പിന്നെ ആസിഫ് അലിയെ അവിടെ കുറച്ച് കാണുന്നില്ല. പിന്നെ അപ്പൊ തന്നെ അങ്ങ് മറന്നു ആസിഫ് അലി. അതെ, അല്ല ഞാനത് ജയരാജ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത്. അപ്പൊ അദ്ദേഹം മറന്നതാണോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആ സമയത്ത് തന്നെ വിളിക്കണ്ടായിരുന്നു. കാര്യം ബാക്കിയെല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനെയും വിളിച്ചപ്പോ എന്നെ മറന്നുപോയി, എന്തെന്നറിയത്തില്ല. അല്ലല്ല, ജയരാജ് ആ വേദിയിൽ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജയരാജ് വേദിയിൽ വേണമെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ പിടിച്ചപ്പോ ജയരാജ് വാങ്ങിച്ചപ്പോ തല തിരിഞ്ഞു പോയത്. അപ്പൊ അതൊന്ന് നേരെ ആക്കിയാണ് പിടിച്ചത്. ജസ്റ്റ് ട്വിസ്റ്റ് ആയിപ്പോയി. അതാണ് ശരിക്കും ടി വിയിൽ കാണുന്നത്. അത് കുറച്ച് മാറിയപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയായിരുന്നു? വിഷ്വൽ വന്നിട്ടുണ്ട്. വിഷ്വൽ ഞാൻ കണ്ടു. നമ്മുടെ ഏതോ ഒരു ചാനൽ കണ്ടു. അതായത് ആസിഫ് അലി അങ്ങയുടെ മുഖത്ത് നോക്കി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ താങ്കൾ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല, താങ്കൾ തിരിഞ്ഞു നിൽക്കുകയാണ്. അയ്യോ, അതെനിക്ക് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല സത്യമായിട്ട്. ഒരാളെ പെർപ്പസ്ലി മുഖത്ത് നോക്കാതിരിക്കുക എന്നുള്ളത് ഇതല്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ സത്യത്തിൽ കുറെ സ്റ്റാർസ് ഉണ്ടല്ലോ അവിടെ. എന്നിപ്പോ ആസിഫ് ഓടി വരുന്നു. പക്ഷെ അതെനിക്ക് മൊമെന്റ് തരാനാണ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ അനൗൺസ്മെന്റ് ബാക്കി പോകുന്നുണ്ടായിരിക്കാം, പക്ഷെ അനൗൺസ്മെന്റ് എനിക്ക് കേൾക്കാൻ പറ്റിട്ടില്ല. എന്റെ കയ്യിൽ മൊമെന്റ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചു. അല്ലല്ല, അത് മുന്നേ അല്ലേ, ഇത് കിട്ടിയില്ല എന്നുള്ള മുന്നേ അല്ലേ സാറേ. അതിപ്പോഴല്ല, കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ സിയോ അശ്വതി എടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്. കിട്ടിയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ തരേണ്ടതായിരുന്നു ആക്ച്വലി. മറ്റേ ക്രൂസിനൊക്കെ വിളിക്കുമല്ലോ എല്ലാവരും, സിനിമയുടെ എല്ലാ സിനിമയുടെയും ഈ ആന്തോളജിയുടെ എല്ലാ ക്രൂസിനെയും വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് എന്നെ വിട്ടുപോയി, അത്രയേ ഉള്ളൂ കാര്യം. അതിനെപ്പറ്റി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല.